വരും തലമുറയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു നവകേരള സൃഷ്ടിയാണ് നമ്മുടെ സംസ്ഥാനം വിഭാവനം ചെയ്യുന്നത്. അതിനായി ഏറ്റവും പ്രധാനം ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമായി കേരളത്തെ നിലനിർത്തലാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ ഈ കാര്യത്തിൽ കേരളം ഒരു മാതൃകയാണ്. എന്നാൽ വർഗീയത പോലെയുള്ള മഹാവിപത്തുകളെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകളെയും ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇവയെല്ലാം പൂർണ്ണാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോ കാലാനുസൃതമായ ഒട്ടേറെ ചുമതലകളാണ് കേരള പോലീസിന് ഇക്കാലത്ത് നിർവഹിക്കാൻ പോകുന്നത്. ഒരു കാര്യം സർവീസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കണം, കുറ്റകൃത്യങ്ങൾ തടയുക എന്നത് മാത്രമല്ല ഇപ്പോ പോലീസിന്റെ ചുമതല. ആപൽഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്, അവരെ വിശ്വാസമെടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായ കാര്യം. ഇത് പ്രവൃത്തിയിലൂടെ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട്. ഈ നിലയിലുള്ള സോഷ്യൽ പോലീസിംഗ് നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് ദുരന്ത ഘട്ടങ്ങളിലും ജനങ്ങൾ ആദ്യം വിളിക്കുക പോലീസിനെയാണ്. നീതിയും സഹായവും ലഭിക്കും എന്ന വിശ്വാസമാണ് ആ വിളിക്ക് പിന്നിൽ. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കൽ പ്രധാനമാണ്. സഹായം അഭ്യർത്ഥിക്കുന്ന ഏതൊരാളിൻ്റെയും ആവശ്യത്തോട് മുൻവിധിയില്ലാതെ ചെവി കൊടുക്കാനാകാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകണം. ജനങ്ങളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ കഴിയണം. അവരുടെ ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കാനുമാവാം. അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധര്, കുറ്റവാളികൾ, അവരെ അകറ്റി നിർത്തുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താം. ഈ നിലയിൽ ചുമതലാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കേരള പോലീസിന്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.